ഒരു മാസത്തിൽ 5-6 സ്മാർട്ട് ഫോൺസ് ആണ് റിയൽമി കമ്പനി ഇറക്കാറുള്ളത്. ഇപ്പോൾ അവർ എല്ലാ കാറ്റഗറിയിലും സ്മാർട്ട് ഫോൺസ് ഇറക്കാറുണ്ട്. ഒരു എൻട്രി ലെവലാണെങ്കിലും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലാണെങ്കിലും ഒരു മിഡ് റേഞ്ച് ഒക്കെ ആണെങ്കിലും അവർ കുറേ സ്മാർട്ട് ഫോൺസ് ഇറക്കാറുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണായ റിയൽമി C11 അൺബോക്സിങ് ആൻഡ് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു പോപ്പുലർ ആയിട്ടുള്ളൊരു സീരീസാണ് C സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം ഇതിൻ്റെ എൻട്രി ലെവൽ ഈ ഒരു ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെയാണ്. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല കുറേ സ്മാർട്ട് ഫോൺസ് അവർ ഇറക്കുന്നുണ്ട്. സോ യെസ്, നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം, ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. ഹലോ ഗൈസ്, ഞാൻ അഞ്ജിത്ത്, യു വാച്ചിങ് TOT. ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് അൺബോക്സ് ചെയ്താൽ ഒരു യെല്ലോ കേസിൽ കുറച്ച് ബുക്ക്ലെറ്റ്സ്, ഡോക്യുമെൻറ്റേഷൻസ് ആൻഡ് ഒരു സിം ഇജക്ടർ പിന്നെ നമുക്ക് കിട്ടും. ആൻഡ് അതിൻ്റെ അടിയിലാണ് നമുക്ക് റിയൽമി C11 സ്മാർട്ട് ഫോൺ കിട്ടുന്നത്. നെക്സ്റ്റ്, അണ്ടർ ദ സ്മാർട്ട് ഫോൺ നമുക്കൊരു 10 വാട്ട് ചാർജറാണ് ഉള്ളത്. ഇത് ഭയങ്കര വലിയൊരു പവർ അഡാപ്റ്ററാണ്, പക്ഷേ 10 വാട്ടാണ് ഇതിൻ്റെ പവർ ഔട്ട്പുട്ട്. ആൻഡ് ഇതിൻ്റെ കേബിൾ ഒരു മൈക്രോ USB കേബിളാണ്. സോ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫാസ്റ്റ് ചാർജിങ് ഒന്നും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കിട്ടില്ല. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഇൻ ഹാൻഡ് ഫീലിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ളൊരു ഫീലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. കാരണം ഇതിൻ്റെ ബാക്കിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഭയങ്കര ഗ്രിപ്പി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വഴുതി വിടാനുള്ള ചാൻസ് ഒന്നുമില്ല. ഓൾസോ ഇതിൻ്റെ ക്യാമറ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ഷേപ്പ് ക്യാമറ ഡിസൈനാണ്. ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ലുക്കാണ് ഇതിൻ്റെ ക്യാമറ ഡിസൈൻ. സോ ഓൾസോ ഇതിൽ റിയൽമി ബ്രാൻഡിങ് അറ്റ് ദ ബോട്ടം അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ എടുത്തപ്പോൾ കുറച്ചൊരു വെയിറ്റ് തോന്നി. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 196 ഗ്രാമാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ യൂസ് ടു ആവും നമ്മൾ ഈ ഒരു വെയിറ്റ് വെച്ചിട്ട്. സോ അതൊരു ഇഷ്യൂ ആയിട്ട് ഞാൻ പറയണമെന്നില്ല. ഓൾസോ ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് സ്മാർട്ട് ഫോൺ കേസ് കിട്ടുന്നില്ല. ആൻഡ് എന്തുകൊണ്ടാണ് ഇതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം നോർമലി എല്ലാ സ്മാർട്ട് ഫോൺസിലും നമുക്കിപ്പോൾ കേസ് കിട്ടാറുണ്ട്, പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ഔട്ടർ കേസ് കിട്ടണില്ല. നെക്സ്റ്റ്, നമ്മൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറ്റ് ദ ബോട്ടം നമുക്കൊരു 3.5 mm ജാക്ക് കിട്ടുന്നുണ്ട്, മൈക്രോഫോൺ കിട്ടുന്നുണ്ട്, മൈക്രോ USB പോർട്ട് കിട്ടുന്നുണ്ട്, ഒരു സ്പീക്കർ. അറ്റ് ദ റൈറ്റ് സൈഡ് നമുക്ക് പവർ ഓൺ ആൻഡ് ഓഫ് ബട്ടൺ കിട്ടുന്നുണ്ട്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ. ആൻഡ് അറ്റ് ദ ടോപ്പ് നമുക്ക് ഒന്നും കിട്ടുന്നില്ല, ഇവിടെ ബ്ലാങ്ക് ആണ്. സോ അതിനർത്ഥം ഇവിടെ നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോൺ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് കോൾ ചെയ്യുമ്പോഴൊക്കെ കുറച്ചൊരു ഇഷ്യൂ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ കോൾ ചെയ്യുന്ന ടൈമിലൊക്കെ കുറച്ച് ലൗഡ് ഏരിയസിലൊക്കെ ആണെങ്കിൽ ഈ ഒരു നോയ്സ് റിഡക്ഷൻ കാര്യങ്ങളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോൺ ചെയ്യില്ല. അറ്റ് ദ ലെഫ്റ്റ് സൈഡ് നമുക്കൊരു സിം പോർട്ട് കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് SD കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കും. സോ അറ്റ് എ ടൈം നമുക്ക് 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു 6.5 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതൊരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ HD ഡിസ്പ്ലേ ഒന്നും കിട്ടില്ല. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. സോ നോ ഇഷ്യൂസ് ഇൻ ദാറ്റ്. ആൻഡ് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത് ഒരു 88% ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസസ്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ MediaTek Helio G35 പ്രോസസ്സറാണ്. ഒരു G ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് പ്രോസസ്സറാണ്. പക്ഷേ ഒരു എൻട്രി ലെവൽ ആയതുകൊണ്ട് നമുക്ക് ഹെവി ഗെയിമിംഗ് കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടി, ആസ്ഫോൾട്ട് പോലത്തെ ഗെയിമൊന്നും നമുക്കിതിൽ അധികം ഈസിലി കളിക്കാൻ പറ്റില്ല. കുറേ ഗ്ലിച്ചസ്, ലാഗ്സ് ഒക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗെയിമിംഗ് ടൈമിൽ കിട്ടും. പക്ഷേ ചെറിയ ഗെയിംസ് ലൈക്ക് ടെമ്പിൾ റൺ, സബ്വേ സർഫർ പോലത്തെ ഗെയിമൊക്കെ നമുക്കിതിൽ സുഖമായിട്ട് കളിക്കാൻ സാധിക്കും. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അന്തുതു ബെഞ്ച് മാർക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ലോ സ്കോറാണ് നമുക്ക് കിട്ടുന്നത്. സോ അതിനർത്ഥം തന്നെ നമുക്ക് ഭയങ്കര ഹെവി ആപ്ലിക്കേഷൻസ് ഒന്നും ഈ സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. ഓൾസോ മൾട്ടി ടാസ്കിങ്ങിനാണെങ്കിലും കുറച്ച് നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുമ്പോൾ. നോർമലി ഇത് ഭയങ്കര ഹെവി യൂസേഴ്സിന് പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ അല്ല. ഇതിൻ്റെ കയ്യിലിരിക്കുന്ന വേരിയൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 GB റാം, 32 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് വേരിയൻ്റ് ആണ്. സോ 2 GB റാമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഹെവി മൾട്ടി ടാസ്കിങ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഓൾസോ ഞാനത് കുറേ ആപ്ലിക്കേഷൻസ് നോക്കുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂട്യൂബൊക്കെ നോക്കുമ്പോൾ എനിക്ക് കുറേ ഒരു സ്റ്റട്ടറിങ് കിട്ടുന്നുണ്ട് യൂസ് ചെയ്യുമ്പോൾ. സോ ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതൊക്കെ ഉള്ളൂ. അത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ UI എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽമി UI ആണ്. പണ്ടൊക്കെ റിയൽമി UI ഭയങ്കര യൂസർ ഫ്രണ്ട്ലി അല്ലാത്തൊരു UI ആണ്. പക്ഷേ ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കംഫർട്ട് തരുന്ന ഒരു UI ആണ് റിയൽമി. ആൻഡ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ചെറിയ അഡ്വർടൈസ്മെൻറ്റ്സ് എല്ലാം കിട്ടി, പക്ഷേ ഭയങ്കര നമ്മളെ ബോധർ ചെയ്യിക്കുന്ന ടൈപ്പ് അഡ്വർടൈസ്മെൻറ്റ്സ് ഒന്നും അല്ല. സോ അതുകൊണ്ട് അതും ഒരു ഇഷ്യൂ ആയിട്ട് ഞാൻ പറയണില്ല. സംഭവം ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ആദ്യം കുറേ ബ്ലോട്ട് വേസ് കിട്ടാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റിന് ശേഷം നമുക്ക് ബ്ലോട്ട് വേസ് ഒന്നും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടില്ല. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സെൻസേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൽ മെയിൻലി എനിക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇല്ല.
ബാക്കിലാണെങ്കിലും ഇതിൽ സൈഡിലാണെങ്കിലും നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കിട്ടില്ല. സോ ഒരു സെക്യൂരിറ്റി മെഷർ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഫേസ് അൺലോക്ക് കിട്ടുന്നുണ്ട്. സോ നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കുറച്ച് സ്ലോ ആണ്. കുഴപ്പമില്ലാത്തൊരു ഭയങ്കര യമട്ടൻ സ്പീഡുള്ള ഒരു ഫേസ് അൺലോക്കിംഗ് ഒന്നും അല്ല ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കിട്ടണത്. ബട്ട് ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് സമ്മതിക്കാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കിട്ടണത്, വിച്ച് ഇസ് വെരി ഗുഡ്. കാരണം ഇതൊരു ഫുൾ HD ഡിസ്പ്ലേ ഒന്നും അല്ല, ഒരു HD+ ഡിസ്പ്ലേ ആണ്. ആൻഡ് ഓൾസോ ഇതിൽ നമുക്ക് ഭയങ്കര ഹെവി പ്രോസസ്സറൊന്നും നമുക്ക് കിട്ടുന്നില്ല. സോ 5000 mAh വെച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു 1.5 ദിവസം മാക്സിമം 2 ദിവസം വരെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ബട്ട് ഒരു ഇഷ്യൂ നമുക്ക് കിട്ടുക ചാർജിങ് ടൈമിലാണ്. കാരണം 10 വാട്ട് ചാർജറാണ്, ഒരു മൈക്രോ USB കേബിളാണ്. സോ അതുകൊണ്ട് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊന്നും നമുക്കിതിൽ കിട്ടില്ല. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ഉള്ളത്. ഇതിൻ്റെ പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് ഒരു 13 MP f2.2 ലെൻസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ സെക്കൻഡറി ലെൻസ് എന്ന് പറയുന്നത് ഒരു 2 MP ഡെപ്ത് സെൻസറാണ്. സോ ഒരു ഓക്കെ ടൈപ്പ് ഫോട്ടോസൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേയിൽ നമുക്ക് 5 MP ലെൻസാണ് കിട്ടുന്നത്. ശരിക്കും ഞാൻ ഇംപ്രസ്ഡ് ആണ് ഇതിൻ്റെ സെൽഫി ക്യാമറയിൽ. കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെൽഫി എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുക്കാൻ സാധിച്ചു. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിയൽമി C11 സ്മാർട്ട് ഫോണിൻ്റെ ഫ്രണ്ട് ക്യാം എന്നുള്ള വീഡിയോ ആണ്. ഞാൻ ശരിക്കും ഇംപ്രസ്ഡ് ആണ് ഈ ഒരു വീഡിയോയിൽ. കാരണം 5 MP ക്യാമറയാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് വെച്ചിട്ട് നമുക്ക് 1080p at 30 FPS യൂസ് ചെയ്യാൻ സാധിക്കും. സോ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. പക്ഷേ സ്റ്റെബിലൈസേഷൻ ഇല്ല. ആ ഒരു കാര്യം മാത്രമേ നമുക്കൊരു ഇഷ്യൂ പോലെ ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഇറ്റ്സ് ഗുഡ് ക്വാളിറ്റി. റിയൽമി C11 ബാക്ക് ക്യാമറ എന്നുള്ള വീഡിയോ ക്വാളിറ്റിയാണ് ഇത്. ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. കുറച്ച് സാച്ചുറേഷൻ കൂടുതലാണെങ്കിലും ഇറ്റ്സ് ഗുഡ്. ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ ഇതൊക്കെ കൂടുതലാണ്. 1080 at 30 FPS നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സ്റ്റെബിലൈസേഷൻ ഇല്ല ഈ ഒരു വീഡിയോയിൽ. വാക്കിംഗ് ടൈമിലൊക്കെ ഭയങ്കര ഒരു ഷേക്കി ഫീലിംഗ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബട്ട് ഇറ്റ്സ് ഓക്കെ. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് നൈറ്റ് മോഡ് ഓപ്ഷനൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഭയങ്കര ഗുഡ് ക്വാളിറ്റി ഫോട്ടോസൊന്നും നമുക്കതിൽ കിട്ടില്ല. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 7500 rupees ഫ്ലിപ്കാർട്ടിൽ. ആമസോണിൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 7600 rupees. സോ ഒരു എൻട്രി ലെവൽ ടൈപ്പ് സ്മാർട്ട് ഫോണാണ് റിയൽമി C11. ആൻഡ് ഇത് ഞാൻ ഗെയിമേഴ്സിനൊന്നും റെക്കമെൻഡ് ചെയ്യില്ല ഈ ഒരു സ്മാർട്ട് ഫോൺ. കാരണം ഒരു എൻട്രി ലെവൽ പ്രോസസ്സറാണ്, MediaTek Helio G35 പ്രോസസ്സറാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു കോൾ ഓഫ് ഡ്യൂട്ടി അതേപോലെ ആസ്ഫോൾട്ട് പോലത്തെ ഗെയിമൊന്നും ഇതിൽ സുഖമായിട്ട് കളിക്കാനൊന്നും സാധിക്കില്ല. ഈ ഒരു സ്മാർട്ട് ഫോൺ മെയിൻലി സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. കാരണം നിങ്ങൾക്ക് വാട്സാപ്പ്, യൂട്യൂബ് അതേപോലെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. കാരണം ഹെവി പേർപ്പസ് ഒന്നും അവർക്ക് അധികം ചെയ്യാനൊന്നും ഉണ്ടാവില്ല. സോ അതുകൊണ്ട് ഈ ഒരു ബഡ്ജറ്റിൽ ഇപ്പോൾ സെയിലൊക്കെ നടക്കുന്ന കാരണം ഈ ഒരു സ്മാർട്ട് ഫോൺ 5500 rupees വിറ്റ് പോയിട്ടുള്ളത്. സോ ആ ഒരു രീതിക്ക് നോക്കിക്കഴിഞ്ഞാൽ റിയൽമി C11 നല്ലൊരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 8000, ഒരു 10,000 ഒക്കെ താഴെയാണെങ്കിൽ 8000 താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു സ്മാർട്ട് ഫോൺ ധൈര്യമായിട്ട് വാങ്ങാം. കാരണം നല്ലൊരു പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ഒരു എൻട്രി ലെവലാകുമ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ കറൻ്റ് ഉള്ള പ്രൈസ് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ഇതൊക്കെയാണ് എനിക്ക് റിയൽമി C11 കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് അടിക്കുക. ആൻഡ് ഫോർ മോർ കണ്ടന്റ്സ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്. ബൈ.